Hello friends. So I think that you are all right and fine, happy, cheerful, smiling. Okay. So what we did in the last class, we were discussing the second point in Christine Lagarde's speech, that is labor. Most of the words I am sure are known to you. Words such as workforce, ജോലിക്കാരൻ, then globally, free 3/4, 3/4, and earn, സമ്പാദിക്കുക, occupation, ജോലി, basic norm, ഏറ്റവും അത്യാവശ്യമായ basic norm, അത്യാവശ്യമായ കാര്യം, participation, പങ്കാളിത്തം, promote, ഉയർത്തുക, promotion, ensure, തീർച്ചയാക്കുക, then പോളിസീസ്, നയങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. ഒരു പക്ഷേ നമുക്ക് അറിയത്തില്ലാത്തതായിരിക്കാം ഇത്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഫെസിലിറ്റേറ്റ് മീൻസ് എളുപ്പമാക്കുക. ദാറ്റ് ഈസ് ടീച്ചേഴ്സ് മേക്ക് ടീച്ചിങ് ലേണിംഗ്, ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്, ടീച്ചേഴ്സ് എളുപ്പമാക്കുന്നു. ഫ്ലറിഷ്, ദ ട്രീ ഈസ് ഫ്ലറിഷിംഗ്. ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്, സം പീപ്പിൾ tend to get stuck in bad habits. മോശമായ കാര്യങ്ങൾ പെട്ടുപോകാനിടയുണ്ട്. എലിമിനേറ്റ്, ഇല്ലാതാക്കുക. ജെൻഡർ ഗ്യാപ്പ്, ലിംഗവിവേചനം. ഗ്ലോബലി, ലോകമൊട്ടുക്ക്. ഏൺ മീൻസ് സമ്പാദിക്കുക. എലിമിനേറ്റ്, ഇല്ലാതാക്കുക. പ്രൊമോട്ട്, ഉയർത്തുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നൊക്കെ. പ്രൊമോട്ട് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതലാക്കുക. ഇൻഹെറിറ്റൻസ്, നമുക്ക് മാതാപിതാക്കളിൽ നിന്നും പരമ്പരാഗതമായിട്ട് കിട്ടുന്ന സംഗതികൾ, വസ്തുവകളാകാം, നല്ല ക്വാളിറ്റീസ് ആകാം. ഡിസ്ക്രിമിനേറ്റ്, വിവേചനം. ആക്സസ് ടു ക്രെഡിറ്റ്, ഈസി ലോൺ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നലെ പറയുന്നതാണ്. പിന്നെ ഇവിടെ സ്റ്റാർ വാല്യൂ ഫ്രേസസ്. ഒന്നാമത്തെയാണ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നതിന് പകരം സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻസ്. ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ്, സ്വതന്ത്രമാക്കുക എന്ന് പറയുന്നതിന് പകരം ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ്, പൊട്ടിച്ചെറിയാണ്. ഓപ്പൺ ദ ഡോർ ടു മീൻസ് ഗീവ് മോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് എന്ന് പറയാം. പ്രസംഗത്തിലും എസ്സേ എഴുതുമ്പോഴൊക്കെ അവസാന ഭാഗം നമുക്ക് പറയാം ഇറ്റ്സ് ഓൾ അബൌട്ട് വിമൻ എംപവർമെൻറ്റ്, അല്ലെ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റുഡൻസ് വെൽഫെയർ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. And tend to get stuck in means ഞാൻ ഇപ്പോൾ തന്നെ പറയും, ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുകയാണ്. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. ഇനി today we will see the question answers. In what way does labor help women? Labor help women to flourish and also achieve their true potential. Labor helps women to flourish and achieve their true potential. The second question, why do women earn less than men? Women earn less than men. Three reasons. First, they tend to get stuck in low-paying jobs. Second, equal pay for equal work is not given. And third, they are not given more opportunities. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹൗ ക്യാൻ യു ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് വിമൻ? എങ്ങനെയാണ് ഇൻകം, അവരുടെ വരുമാനം കൂട്ടാൻ പറ്റുന്നത്? ഹാഫ് എ ഡസൻ റീസൺസ്, അര ഡസൻ റീസൺ ഉണ്ട്. ഒന്ന്, ദേ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ് ജോബ്സ്. രണ്ട്, സെക്കൻഡ് വൺ, ദേ ആർ നോട്ട് ഗിവൺ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. മൂന്നാമത്, there is gender gap. See, so they cannot have economic participation. And fourth reason is they don't have more opportunities. Fifth reason is the laws and policies don't support. And the sixth is they are not given credit, easy credit. ഇങ്ങനെ 6 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവർ കുറഞ്ഞ ജോലിയിൽ തുടരാൻ അവർക്കൊരു മനസ്സുണ്ട്, അത് ശരിയായ കാര്യമല്ല. രണ്ട്, തുല്യ വേതനത്തിന് തുല്യ ശമ്പളം കൊടുക്കുന്നില്ല. മൂന്ന്, ലിംഗവിവേചനം നിലനിൽക്കുന്നു.
4 അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നില്ല. 5 നിയമങ്ങളും നയങ്ങളും അവർക്ക് എതിരാണ്. 6 അവർക്ക് വേണ്ടുന്ന പണം കടമായി ലഭിക്കുന്നില്ല, പെട്ടെന്ന് കിട്ടും, ഈസി ആക്സസ്. ഇതാണ് ഈ 6 കാര്യങ്ങളാണ്. ഇനി വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? ഞാൻ ഈ പറയുന്നത് തന്നെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ്. Why is it said that learning and labor are key factors? Learning and labor are key factors because they give economic independence. Key factors, പ്രധാനപ്പെട്ട 2 സംഗതികളാണ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും. കാരണം അങ്ങനെ ചെയ്താൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും. They will flourish. They can achieve their true potential. ഇതിന് ഏറ്റവും വേണ്ടത് ഈ 6 സംഗതികളാണ്. ഈ 6 സംഗതികളെ പറ്റിയാണ് ഈ ഭാഗത്ത്, ഈ പ്രസംഗത്തിൻ്റെ ഈ ഭാഗത്ത് ക്രിസ്റ്റ്യൻ ലഗാർഡ് നമ്മളോട് പറയുന്നത്. ഹാഫ് എ ഡസൻ തിങ്സ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഷീ ഈസ് ട്രൈയിങ് ടു ടെൽ us. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു. വാക്കുകൾ ഉപയോഗിക്കുക, നല്ല ഫ്രേസസ് സ്ഥിരമായി ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഷയുടെ ശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ ഭാഷയുടെ ഒരു ലെവൽ ഉണ്ടല്ലോ, നല്ല ലെവൽ ഉണ്ടാകണം. അപ്പോൾ അതിന് ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കണം. യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കരുത്. ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും പോകും. നമ്മുടെ ഒരു ഷർട്ട് നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് മടക്കി വെച്ച് ഇരിക്കുക, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതെല്ലാം പൊടിഞ്ഞിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വാക്കുകൾ. പറ്റുമ്പോഴൊക്കെ പരസ്പരം നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ഇറ്റ്, വാട്ട്സ് യുവർ നെയിം, ഇങ്ങനെ പറയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാസേജ് തന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് സംഗതികൾ മനസ്സിലാകും. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയരും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യണം. We will meet again. Till we meet, bye. Have a nice time. Keep smiling.